അസ്സലാമു അലൈക്കും എവരിവൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട കേട്ടോ. ഉഴുന്നുവട ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരാൻ കുറച്ച് സിമ്പിൾ ടിപ്സ് മാത്രം നോക്കിയാൽ മതി. ഉഴുന്നുവട അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനായി 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ശേഷം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ള ഉഴുന്ന് ചെറുതായിട്ട് അരച്ചെടുക്കുമ്പോൾ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് വിട്ടിട്ട് അരച്ചു കൊടുക്കാം. കംപ്ലീറ്റ്ലി സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം നിർബന്ധമല്ല, ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ രാത്രിയാണ് അരയ്ക്കുന്നതെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഇഞ്ചി എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ചെറിയൊരു പീസ് പച്ചമുളക്, അതായത് ഏകദേശം 1 ടീസ്പൂണിൻ്റെ അളവിൽ പച്ചമുളകും ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ വെക്കണം. നമ്മൾ ഈ ഉഴുന്ന് അരച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 2, 4, 6 മണിക്കൂർ മാറ്റി വയ്ക്കുമല്ലോ. ആ മാറ്റി വെച്ചിട്ട് പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, സവാള അരിഞ്ഞത്, അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ കുരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് പൊടിയായത് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഒന്ന് കുറേ ചെയ്യില്ല കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാന് നന്നായിട്ട് ചൂടാക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൈ നന്നായിട്ട് നനച്ചിട്ട് വലത് കൈ കൊണ്ട് ഒരു ബോള്, അതായത് എത്ര നിങ്ങൾ വലുപ്പം ആഗ്രഹിക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. 2 കൈ നനച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് മറ്റേ കയ്യിൽ, അതായത് ഇടത് കയ്യിൽ പാമിൽ വെച്ചിട്ട് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയിലോട്ട് ഇടുന്നത് വലത് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഷേപ്പ് പൊതുവേ ഭയങ്കര മോശമായിട്ട് വരാറുണ്ട്. എൻ്റെത് പെർഫെക്റ്റ് ആയി എന്നല്ല, പക്ഷേ ഈ ഒരു ലെവൽക്കെങ്കിലും റെഡി ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി നന്നായിരിക്കും. നമ്മുടെ ആ കേരള സ്റ്റൈല് ടേസ്റ്റ് കിട്ടും. ഉഴുന്നുവട പൊരിച്ചെടുക്കുമ്പോഴേ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായ ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക. എന്നിട്ട് വറുത്ത് കോരുന്നതാണ് നല്ലത്. കാരണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഉള്ളു വേവാണ്ട് കരിഞ്ഞു പോവാം, ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ എടുത്ത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പൊരിച്ച് കോരുന്നതായിരിക്കും നന്നായിരിക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, അത് കുക്ക് ചെയ്തെടുക്കുക. ഉഴുന്നുവട സമയം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓരോ തവണ മാവ് ഷേപ്പ് ചെയ്ത് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ കൈ നനക്കണമെന്നില്ല. ഒരു 3 തവണയൊക്കെ ഇട്ട ശേഷം പിന്നീട് ഒട്ടി പിടിക്കുന്നുണ്ട് കയ്യിൽ മാവ് എങ്കിൽ മാത്രം നനച്ചിട്ട് 4ാമത് ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്നുവട അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കൂടി പോയി എന്ന് തോന്നിയാൽ അരിപ്പൊടി ഒരിക്കലും ചേർക്കരുത്. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ എണ്ണ കുടിക്കും. അപ്പം മാക്സിമം അപ്പോൾ ഷേപ്പ് മോശമായാലും അരിപ്പൊടി ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നുവടയുടെ കൂടെ ഇത്തിരി സാമ്പാറും ഇത്തിരി ചട്നിയും ഒക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. കൂടെ ഞാനൊരു നെയ് റോസ്റ്റ് എന്നൊക്കെ പറയാവുന്നൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കില്ല. കാരണം അത്രയും ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.